മറ്റുള്ളവരെ ഭയപ്പെട്ട് നിങ്ങളുടെ ആത്മീക ശുശ്രൂഷ നിങ്ങൾ മൂടിവെക്കരുത്. ദൈവവചനത്തിൽ നിന്ന് വളരെ ശക്തമായ ഒരു ദൈവാലോചന ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ പോകുകയാണ്. അത് ആത്മപകർച്ചയെക്കുറിച്ചുള്ള ഒരു വചനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് മാളികമുറിയിൽ ഇറങ്ങിയ സമയം ദൈവസഭയുടെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗം ദൈവാത്മ നിയോഗത്താൽ നിർവഹിക്കുന്ന അപ്പോസ്തലനാകുന്ന വിശുദ്ധ പത്രോസ്ലീഹ താൻ ദൈവവചന ശുശ്രൂഷ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ പരിഹസിച്ചു, ലഹരി പിടിച്ചിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി കമൻസുകൾ പലരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താന് ദൈവവചനം യോവേൽ പ്രവാചകൻ പറഞ്ഞ പ്രവചനത്തിൻ്റെ ആലോചന ജനത്തിന് ഹാൻഡ് ഓവർ ചെയ്യുക. അതാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 16 മുതലുള്ള വാക്യം. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ആ നാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. എൻ്റെ ദാസന്മാരുടെ മേലും എൻ്റെ ദാസിമാരുടെ മേലും. ഇതാണ് ആത്മപകർച്ച സംഭവിച്ച സമയം. ജെറുസലേമിലെ ഉണർവിൽ ആത്മാവിൻ്റെ ആ ഇറങ്ങിവരവിൽ സംഭവിച്ച ഒരു ദൈവിക ആലോചനയുടെ സംക്ഷിപ്ത രൂപം. യോവേൽ പ്രവാചകൻ പ്രവചിച്ച പ്രവചനം മാളികമുറിയിൽ നിർവഹിക്കപ്പെടുകയാണ്. അതിനെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ സംസാരിക്കുകയാണ്. ആത്മപകർച്ച ഇന്ന് ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഇംപാർട്ടേഷൻ. പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തെ ശക്തമായി തൊട്ടുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. സഹോദരങ്ങളെ, ഞാൻ ആത്മനിറവിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കോളിംഗ് വലുതാണ്. മറ്റുള്ളവർ ചെയ്ത് കണ്ടത് ശീലിച്ച് നിങ്ങൾ ചെയ്തു തുടങ്ങിയവരാകാം. മറ്റുള്ളവരുടെ ഉപദേശപ്രകാരം നിങ്ങൾ ദൈവിക ശുശ്രൂഷ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവരുമാകാം. നല്ലതാണ്, ഏറ്റവും നല്ലത്. പക്ഷേ നിങ്ങളുടെ കോളിംഗ് വ്യത്യസ്തമാണെങ്കിൽ അത് മാത്രം ചെയ്തു പോകാൻ കർത്താവ് നിങ്ങളെ അനുവദിക്കുകയില്ല. അതിനേക്കാൾ അപ്പുറമായി പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം ഉൾക്കൊണ്ടുകൊണ്ട് ആത്മനിയോഗത്താൽ നിങ്ങൾക്കൊരു മിനിസ്ട്രി ഉണ്ട്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങളുടെ കോളിംഗ് അത് ചെറുതല്ല, അത് വലിയതാണ്. ആ കോളിംഗ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് കയറുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. പലരും ആത്മീക ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിട്ട് മറ്റുള്ളവരെ ഭയപ്പെട്ടും മറ്റുള്ളവരെ പേടിച്ച് മനുഷ്യർ എന്ത് പറയും എന്നുള്ള ചിന്തയിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രം ശുശ്രൂഷ അവരുടെ ഇഷ്ടപ്രകാരം ചെയ്തു പോകുന്ന ചില മേഖലകൾ കാണായി വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 30 വർഷം കഴിയുന്നു ഈ ആത്മീയ ശുശ്രൂഷയിൽ കർത്താവ് എന്നെ നയിക്കാൻ തുടങ്ങിയിട്ട്. ഭാരതത്തിൻ്റെ 28 സ്റ്റേറ്റുകളിലും കർത്താവിൻ്റെ വേല ചെറിയ തോതിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ കർത്താവ് എനിക്ക് അവസരങ്ങളെ നൽകുന്നുണ്ട്. എന്നാൽ ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിലും അസാധാരണമായ ആത്മപകർച്ച നടക്കുന്നത് കണ്ടിട്ടുണ്ട്. കൈ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ കൈ വെക്കാതെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ, ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വന്നു എന്നുള്ള തിരുവെടുത്ത് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നലിയോസിന്റെ വീട്ടിൽ ദൈവവചനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പലയിടങ്ങളിൽ ഞാൻ കാണാറുണ്ട്, ദൈവവചനം ശുശ്രൂഷിച്ചു കൊണ്ട് നിൽക്കുന്ന സമയം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ജനത്തിൻ്റെ മേൽ പകരപ്പെടുന്നത്. ഒത്തിരി സംഘടനകളിൽ കൂടി കടന്നു പോകുന്ന ഒരു ആത്മീയ ശുശ്രൂഷയാണ് അപ്പോസ്തല പ്രവൃത്തികളിലെ ശുശ്രൂഷകൾ. ധാരാളം സംഘടനകളിൽ കൂടി കടന്നു പോകുന്നതാണ്. ഇഷ്ടാനുസരണം മനുഷ്യൻ വിമർശന വിധേയമാക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളുടെ ശുശ്രൂഷകളിൽ നമ്മൾ കാണാറുണ്ട്. അന്നും ഇന്നും എന്നും വിമർശിക്കുന്നവർ നല്ലവരാണ്, നന്മയാണ്. ആരോഗ്യപരമാകുന്ന വിമർശനങ്ങൾ ദൈവസഭകൾക്ക് അനിവാര്യമാണ്.
പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ കൈകടത്തുമ്പോൾ അതൊരല്പം സൂക്ഷിച്ചു വേണം ചെയ്യുവാൻ. കാര്യമെന്തെന്നറിയാമോ? പറയുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലും പരിശുദ്ധാത്മാവ് സൂപ്പർ സെൻസിറ്റീവാണ്. അവനെക്കുറിച്ച് പറയുന്നത് സൂക്ഷിക്കണം, അവനെ തൊട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് സൂക്ഷിക്കണം. ഇത് തീക്കളിയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള മിനിസ്ട്രി അത് പണത്തിന് അമ്മാനമാടാൻ പറ്റുന്നതല്ല, കരബലം കൊണ്ട് അമ്മാനമാടാൻ പറ്റുന്നതല്ല, ആൾബലം കൊണ്ട് അമ്മാനമാടാൻ പറ്റുന്നതല്ല. പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുന്ന ഒരു അപ്പോസ്തലനെ, ഒരു ശുശ്രൂഷകനെ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് അധികം ശക്തിയോടെ ഈ തലമുറയിൽ ഉപയോഗിപ്പാൻ ഇടയായിത്തീരും. ആത്മപകർച്ചയെക്കുറിച്ച് ഞാൻ 1-2 ഭാഗം മാത്രം ദൈവവചനത്തിൽ നിന്ന് ദൈവമക്കളോട് പറയാൻ പോകയാം. നമുക്ക് ആധാരം ദൈവവചനമാണല്ലോ. ദൈവവചനത്തിൽ പഴയ നിയമത്തിൽ നിന്ന് 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ദാവീദിൻ്റെയും ശമൂവേലിൻ്റെയും കാലത്ത് സംഭവിച്ച ഒരു സംഭവം ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമുക്കിത് അപരിചിതമല്ല കേട്ടോ, വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. കാരണം നാളുകളായി നമ്മൾ ദൈവവചനം കൈകാര്യം ചെയ്യുന്നവരാ, ദൈവവചനം നന്നായി ശുശ്രൂഷിക്കുന്നവരാ. ഇനി നമുക്ക് വേണ്ടത് ദൈവവചനത്തെ ഉറപ്പിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും. അന്യം നിന്നുപോയി നമ്മുടെ സഭകളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കൃപാവര ശുശ്രൂഷകളെല്ലാം അന്യം നിന്നുപോയൊരു കാലമാണ്. പ്രാർത്ഥിച്ച് യോഗം തുടങ്ങണം, 2-3 പാട്ട് പാടണം, ആരാധന കണ്ടിന്യൂ ചെയ്തിട്ട് സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിച്ച് സാക്ഷ്യം പറഞ്ഞ് വചനം പ്രസംഗിച്ച് 12:30 1 മണിയാകുമ്പോൾ സഭായോഗം നിന്നു പോകുന്നൊരു കാലത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പക്ഷെ പണ്ടങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഞങ്ങളുടെയൊക്കെ കുമരകത്തെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭകളിലൊക്കെ ആരാധന തുടങ്ങിയ സമയം നോക്കാറില്ല. ആരും കയ്യിൽ വാച്ചെടുത്ത് ടൈം പോകുന്നു നോക്കാറില്ല. അന്ന് ആ സമയത്തെ ആത്മപകർച്ചയിലൊക്കെ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ധാരാളം സുവിശേഷകന്മാർ എന്നെ പോലെ ഇന്ന് ലോകരാജ്യങ്ങളിൽ കർത്താവ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയങ്ങളിൽ ആത്മപകർച്ചയ്ക്കകത്ത് ഇറങ്ങിയതാ. അത് കുമരകത്തിൻ്റെ ഒരു ഉണർവിൻ്റെ സമയമായിരുന്നു, പറയാതിരിക്കാൻ ഒക്കത്തില്ല. അതുപോലെ അസാധാരണമായ ഉണർവിൻ്റെ ആ ശക്തി വെളിപ്പെട്ട മണ്ണായിരുന്നു ഞങ്ങളുടെ കൊച്ചു കുമരകം എന്ന് പറയുന്ന ആ നാട്. അന്ന് ഒത്തിരി പേരാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സുവിശേഷം നിമിത്തം ഇറങ്ങി തിരിച്ചത്. ഹല്ലേലൂയ! ഞാൻ വിശ്വസിക്കുന്നു കെട്ടുപോയിട്ടില്ല. ആ തീ വീണ്ടും ആളിക്കത്താൻ പോകുകയാ. വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് പൊട്ടിക്കിളിർക്കും, ഉറപ്പാണ്. ഉണർവ് സംഭവിച്ച സ്ഥലങ്ങളിലൊക്കെ വീണ്ടും ഒരു ഉണർവിന് സാധ്യത പരിശുദ്ധാത്മാവ് കാണുകയാണ്. ശമൂവേലിൻ്റെ പുസ്തകം 1 ശമൂവേൽ 19-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യം, അവിടെ ഒരു പ്രത്യേക ദൈവപ്രവൃത്തിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ആലേഖനം ചെയ്തിട്ടുണ്ട്. 18-ാം വാക്യം ഞാൻ വായിക്കാം. ഇങ്ങനെ ദാവീദ് ഓടിപ്പോയി രക്ഷപ്പെട്ടു, രാമയിൽ ശമൂവേലിൻ്റെ അടുക്കൽ ചെന്നു. ശൗല് തന്നോട് ചെയ്തതൊക്കെയും അവനോട് അറിയിച്ചു. പിന്നെ അവനും ശമൂവേലും പുറപ്പെട്ട് നരിയോത്തിൽ ചെന്ന് പാർത്തു. നമുക്ക് ആ ഭാഗം നന്നായിട്ടറിയാം. ദാവീദ് അപ്പൻ്റെ ആട് മേയിച്ചുകൊണ്ട് ഇങ്ങനെ വനാന്തരങ്ങളിൽ ഇരിക്കുന്ന സമയത്താണ് ആളെ വിട്ട് ഇശായി വിളിപ്പിക്കുക, നീ പെട്ടെന്ന് വന്നേ പറ്റുള്ളൂ. ബൈബിളിൽ ഒത്തിരി പേര് ആട് മേയിച്ചിട്ടുണ്ടെങ്കിലും അപ്പൻ്റെ ആട് മേയിച്ചത് ദാവീദ് മാത്രമേ ഉള്ളൂ. അമ്മായിയപ്പൻ്റെ ആട് മേയിച്ച ഒത്തിരി അച്ചാച്ചന്മാരെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. പക്ഷേ അപ്പൻ്റെ ആട് മേയിച്ചത് ദാവീദ് മാത്രമേ ഉള്ളൂ. ഇതൊരു ഭാഗ്യമാണ് കേട്ടോ. സ്വന്തം ആടിനെ മേയിക്കാൻ പറ്റുന്നത് ഒരനുഗ്രഹം തന്നെയാണ്. പ്രൈസ് ഗോഡ്. ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം വിടുകയാണ്. ഇങ്ങനെ ആട് മേയിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നീ വരാതെ ഇരിക്കത്തില്ല എന്നും പറഞ്ഞൊരാൾ ആമ കയ്യിൽ തൈലക്കൊമ്പുമൊക്കെ ആയിട്ട് നിപ്പുണ്ട്, വരാൻ പറഞ്ഞു. ചെന്നപ്പോൾ തന്നെ ശമൂവേലിനോട് കർത്താവ് പറഞ്ഞു, ഇവനാ അടുത്ത രാജാവ്, എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ആ തൈലാഭിഷേകം അവിടെ നടക്കുകയാണ്. ദാവീദ് അതിനെക്കുറിച്ച് പറയുന്നത് രാജാഭിഷേകം എന്നാണ്. രാജാഭിഷേകം, ഞാൻ രാജാഭിഷേകമുള്ളവനാണെങ്കിലും എന്ന് ദാവീദ് പറയുന്നുണ്ട്. അപ്പോൾ അന്ന് ഒഴിച്ച അഭിഷേകം രാജാഭിഷേകമായിരുന്നു. ഞാൻ ദൈവമക്കളോട് ആത്മാവിലങ്ങ് പ്രവചിക്കുക, സഹോദരി, നിങ്ങളുടെ മേലുള്ള അഭിഷേകം റോയൽ അനോയിൻറ്റിംഗ് ആണ്. രാജാഭിഷേകമാ ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം. നിങ്ങളുടെ മേലൊരു അതോറിറ്റി ഉണ്ട്. നിങ്ങളുടെ അഭിഷേകം ചെറുതല്ല. ഇന്ന് നിങ്ങൾ കുടുംബമായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ആത്മാവിൽ ഈ അഭിഷേകം നിങ്ങളുടെ മേൽ ഇമ്പാർട്ട് ചെയ്ത് കൽപ്പിക്കുകയാണ്. ഇന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഏതോ ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി. നിങ്ങളുടെ വെയിറ്റിംഗ് ടൈം വേസ്റ്റ് അല്ല. ഇതിനിടയിൽ വെച്ച് ഒരു രാജാഭിഷേകം നിങ്ങളെ തൊട്ടിരിക്കും. രാജാഭിഷേകം
ഞാനത് ആത്മാവിൽ നിങ്ങൾക്ക് കൈമാറുന്നു. ആ വചനം രാജാഭിഷേകം. ചില സമയത്ത് നിങ്ങൾ പ്രശ്നങ്ങൾക്കകത്ത് പൊറുതിമുട്ടി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതിരിക്കുമ്പോഴും നിങ്ങളുടെ തല വീണ അഭിഷേകം രാജാഭിഷേകമാണ്. നിങ്ങളുടെ വീട്ടിൽ പലപ്പോഴും നിങ്ങളെ നുള്ളി നോവിപ്പിക്കുന്ന പല വിഷയങ്ങളുടെ നടുവിൽ, വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകൾ പറയുന്ന പലരുടെയും നടുവിൽ നിന്ന് നിങ്ങൾ വാക്കുകൾ മിണ്ടാതെ മൗനം ഭജിക്കുമ്പോൾ ഓർത്തോ, നിങ്ങളുടെ അഭിഷേകം രാജാഭിഷേകമാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സ് കാലിയാണെങ്കിലും നിങ്ങളുടെ അഭിഷേകം രാജാഭിഷേകമാണ്. യെസ്, നിങ്ങളുടെ മിനിസ്ട്രി തകർത്ത് തരിപ്പണമാക്കുവാൻ അസൂയ പൂണ്ട് നിൽക്കുന്ന പലരും നിങ്ങൾക്കെതിരെ വാടകോരുമ്പോൾ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ അഭിഷേകം രാജാഭിഷേകമാണ്. പറ്റുമോ? എന്നോട് ചേർന്ന് കൈ ഉയർത്തി ഒന്ന് പറയാമോ? എൻ്റെ അഭിഷേകം രാജാഭിഷേകമാണ്. ഗ്ലോറി ടു ഗോഡ്. എൻ്റെ അഭിഷേകം രാജാഭിഷേകമാണ്. ഈ ദാവീദ് അഭിഷിക്തനായി തൻ്റെ തലയിൽ രാജാഭിഷേകം വീണതിന് ശേഷം, അതിനുശേഷമാണ് താൻ അരമനയിൽ സ്ഥാനം പിടിക്കുന്നത്. അന്ന് വരെ വന്യമൃഗങ്ങൾ, സിംഹവും കരടിയുമൊക്കെ തൻ്റെ അപ്പൻ്റെ ആടിനെ പിടിക്കാൻ വന്നപ്പോൾ താൻ ആടിനെ രക്ഷിക്കാൻ വേണ്ടി ചാടി വീണ ഒരാളാണ്. ബൈബിൾ വളരെ ശക്തമായി വ്യക്തമാക്കുന്നു. 1 ശമൂവേൽ 17 ഗോലിയാത്തിന്റെ മുമ്പിൽ രാജാഭിഷേകത്തോടെ താൻ നിന്നതാണ്. ഗോലിയാത്തിന്റെ മുമ്പിൽ ഒരു കല്ലുകൊണ്ട് മല്ലനെ താൻ താഴെ വീഴ്ത്തിയതാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ ജഡത്തിൽ പുകഴാനൊന്നും വേണ്ട. നമ്മുടെ മിനിമം ശത്രു ഇന്ത്യൻ ഗോലിയത്താണ്. ആ സാറ്റാനിക് അതോറിറ്റിയെ തകർക്കാൻ നിന്റെ കയ്യിൽ 5 കല്ല്, 5 ഫോൾഡ് മിനിസ്ട്രി, അപ്പസ്റ്റോളിക് മിനിസ്ട്രി, പ്രൊഫറ്റിക് മിനിസ്ട്രി, ഇവാഞ്ചലിസ്റ്റിക് മിനിസ്ട്രി, പാസ്റ്ററൽ മിനിസ്ട്രി ആൻഡ് ടീച്ചിങ് മിനിസ്ട്രി, 5 ഫോൾഡ് മിനിസ്ട്രി. 5 കല്ല് ദൈവം നിന്റെ കയ്യിൽ തന്നിരിക്കുക. നിന്റെ പ്രോഫസി മതി, നിന്റെ അപ്പസ്റ്റോളിക് അനോയിന്റിങ് മതി, നിന്റെ ഇവാഞ്ചലിസത്തിൽ വെളിപ്പെടുന്ന സൈൻസ് ആൻഡ് വണ്ടേഴ്സ് മതി. പരിശുദ്ധാത്മാവ് ഇന്ത്യയിൽ വ്യാപരിക്കുന്ന പൈശാചിക മല്ലനെ ശാസിക്കാൻ, ആ സ്പിരിറ്റിനെ ബ്രേക്ക് ചെയ്യാൻ അത് മാത്രം മതി. സഹോദരങ്ങളെ, തിരിച്ചറിയുക. ദാവീദ് അങ്ങനെ അഭിഷിക്തനായ അവസാനം അരമനയിൽ പ്രവേശിച്ചപ്പോൾ അന്നുവരെ താൻ നേരിടാത്തൊരു പ്രശ്നം ഒന്ന് നേരിടുകയാണ്. മറ്റാരുടെയും പ്രശ്നമല്ല, ശൗലിൻ്റെ പ്രശ്നമാണ്. അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്യം, 18-ാം വാക്യം, ഇങ്ങനെ ദാവീദ് ഓടിപ്പോയി രക്ഷപ്പെട്ടു. ഓടിപ്പോയാൽ രക്ഷപ്പെടാം. ഒന്നുകൂടെ പറയുന്നു, ഓടിപ്പോയാൽ രക്ഷപ്പെടാം. ഞാൻ ആ ഭാഗം ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുക. ദാവീദ് അരമനയിൽ പ്രവേശിച്ചപ്പോൾ തൻ്റെ അഭിഷേകം എന്ന് പറഞ്ഞ രാജാഭിഷേകം, അതുകൊണ്ട് കിന്നരം എടുത്ത് വായിച്ചാലും ദുരാത്മാവിന് ഇരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, കടിച്ചപ്പൊട്ടാത്ത വാക്കൊന്നും പറയുമ്പോഴല്ല ഭൂതം വിട്ടുപോകുന്നത്. ഭൂതം വിട്ടുപോകുന്നത് നിന്റെ മേൽ വ്യാപരിക്കുന്ന രാജാഭിഷേകം കൊണ്ടാണ്, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവാഭിഷേകം കൊണ്ടാണ്. തിരിച്ചറിയുക. 10:38 ബുക്ക് ഓഫ് ആക്ട്സ്, നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അതെ, അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവുമുണ്ട്, പവറുമുണ്ട്. ഹോളി സ്പിരിറ്റ് പ്ലസ് പവർ ഈസ് ഈക്വൽ ടു അനോയിന്റിങ്. യേശുവിനെ അഭിഷേകം ചെയ്തത് അങ്ങനെയാണ്. എന്നെയും നിങ്ങളെയും അഭിഷേകം ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. പരിശുദ്ധാത്മാവും ശക്തിയും ഒരുമിച്ച് ചേരുമ്പോൾ അത് അഭിഷേകം ആവുകയാണ്. അങ്ങനെ ദാവീദ് കിന്നരം വായിക്കുന്നു, ശൗലിൻ്റെ ദുരാത്മാവ് ഇളകുന്നു. പക്ഷേ പറഞ്ഞു പിടിച്ചു വന്നപ്പോൾ ശൗലിന് കണ്ണുകടിയായി. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പണ്ട് ശൗലിന് ഈ അഭിഷേകം ഉണ്ടായിരുന്നു, പക്ഷെ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അഭിഷേകം ഉള്ളവനെതിരെ കണ്ണുകടിക്കുകയാണ്. എന്തിനാണ് അഭിഷേകമുള്ളവനെതിരെ കണ്ണുകടിക്കുന്നത്? ഇല്ല എങ്കിൽ ഒത്തിയിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് രാജാഭിഷേകം വാങ്ങുക. ദൈവം ഒരാളെ അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ, ദൈവം ഒരാളെ നിയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. അത് ആത്മീക വയലിലായിരിക്കുന്ന സകല വേലക്കാരും അറിയണം. നമുക്കില്ലാത്തൊരു ശുശ്രൂഷ മറ്റൊരാൾക്കുണ്ടെങ്കിൽ അപ്പപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും, കൈയടിച്ച് കയറ്റിവിടാൻ കഴിഞ്ഞില്ലെങ്കിലും, കുതികാലി ചവിട്ടി താഴെ വിടാൻ ഒരിക്കലും മനസ്സ് വെക്കരുത്. അത് ആത്മീകമല്ല, അത് ജഡികമാ, പ്രാകൃതമാ, പൈശാചികമാ. വേണ്ട, അതിനുവേണ്ടി അല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. എന്നേക്കാൾ ശക്തമായ അഭിഷേകം ചുമന്നുകൊണ്ട് ഒരാൾ ഓടുന്നെങ്കിൽ ഹപ്പപ്പ് ചെയ്ത് വിട്, അദ്ദേഹം ഓടിപ്പോകട്ടെ. പക്ഷേ ഒരു കാര്യം അറിയുക, അദ്ദേഹത്തിന് ട്രാക്കിലേ ഓടാൻ പറ്റൂ, എനിക്ക് എൻ്റെ ട്രാക്കിലേ ഓടാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ആത്മാവിൻ്റെ ഒരു ചിന്തയകത്ത് വന്നാൽ ദൈവരാജ്യം പണിയാൻ എത്ര ഈസിയാണെന്നറിയാമോ സഹോദര? എന്തിനാണ് മറ്റൊരാളെ കുത്തുന്നത്? എന്തിനാണ് മറ്റൊരാളെ വേദനിപ്പിക്കുന്നത്? മറ്റൊരാളുടെ നന്മയെ തടുക്കാൻ എന്തിനാണ് രഹസ്യ റൂട്ടുകളിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? പൈശാചികമല്ലേ? വേണ്ട. ദൈവം നമ്മെ വിളിച്ചത് അതിനു വേണ്ടിയല്ല. തമ്പുരാന്റെ ഹൃദയം ഇന്ന് ദൈവം നമ്മോട് പങ്കുവെക്കുകയാണ്.
കയറിപ്പോട്ടെന്നേ. ഓരോരുത്തർ മിനിസ്ട്രിയിൽ കയറിപ്പോകട്ടെ, ഭൂതങ്ങളെ ശാസിക്കട്ടെ. നിങ്ങൾക്ക് ഒരുപക്ഷെ ഭൂതത്തെ പുറത്താക്കാൻ പറ്റിയില്ലെങ്കിൽ ഭൂതം അവിടെ ജയിക്കുകയാണ്. ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളവർ ശുശ്രൂഷിക്കട്ടെ, അവരാ ഭൂതത്തെ പുറത്തിറക്കട്ടെ. ലെഗ്യോൻ ശാസിക്കപ്പെടട്ടെ. 7 ഭൂതങ്ങളോ 6000 ഭൂതങ്ങളോ വിട്ടുമാറട്ടെ. അത് കണ്ട് കണ്ണ് കടിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല സഹോദര. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ദാവീദിനോട് ശൗലിന് അന്നു മുതൽ കണ്ണുകടി തുടങ്ങി. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. അങ്ങനൊരു പാട്ടുകൂടെ കേട്ടപ്പോൾ പിന്നെ ശൗലിന് ഇരിക്കപ്രതിയില്ല. ശൗലിൻ്റെ കയ്യിൽ അപ്പം തന്നെ കുന്തം വന്നു. പിന്നെ ദാവീദ് എവിടെ എന്നുള്ള ചോദ്യം വന്നു. ഞാൻ എപ്പോഴും ചർച്ചിലും പറയും, കയ്യിലിരിപ്പ് കാണുമ്പോൾ അറിയാം അഭിഷേകം ഏതാ. കയ്യിലിരിപ്പ് കാണുമ്പോൾ അറിയാം, സ്വഭാവം കാണുമ്പോൾ അറിയാം നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവേതാണ്. മറ്റൊരാളോട് അസൂയ കൊണ്ട് പെരുമാറുന്നവരുടെ സ്പിരിറ്റ് ഓഫ് ജലസി, അസൂയയുടെ ആത്മാവ്. സ്പിരിറ്റ് ഓഫ് സ്റ്റബേൺനെസ്, പിടിവാശിയുടെ ആത്മാവ്. ജെസബേലിഡ് സ്പിരിറ്റ്, ഒരു അഭിഷിക്തനെ കൊലവിളിക്കാനുള്ള പൈശാചിക സ്പിരിറ്റ് വേണ്ട സഹോദരങ്ങളെ. ഇത് രാജാഭിഷേകം വെളിപ്പെടേണ്ട സമയമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് രാജാഭിഷേകം എന്താണെന്ന് പരിശുദ്ധാത്മ വെളിപ്പെടുത്താൻ പോകുകയാണ്. തിരിച്ചറിയുക. അഭിഷേകമുള്ള ദൈവമക്കളെങ്കിലും പറ്റുമെങ്കിൽ എന്നോട് ചേർന്നൊരു ഹല്ലേലൂയ പറയുക. ഇത് രാജാഭിഷേകത്തിൻ്റെ കാലമാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, ശൗല് ദാവീദിനെ കൊല്ലാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. അവസാനം 18-ാം വാക്യം ഇങ്ങനെ, ദാവീദ് ഓടിപ്പോയി രക്ഷപ്പെട്ടു. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഓടിപ്പോയാൽ രക്ഷപ്പെടാം. ഇനി ശ്രദ്ധിക്കൂ, ഓടിക്കുന്നത് ആരാണ്? ശൗലാണ്. ഓടുന്നത് ആരാണ്? ദാവീദാണ്. ശൗലിൻ്റെ പ്രത്യേകത അഭിഷേകം നഷ്ടപ്പെട്ടു. ദാവീദിൻ്റെ പ്രത്യേകത അഭിഷേകമുണ്ട്. അഭിഷേകം നഷ്ടപ്പെട്ടവൻ അഭിഷേകമുള്ളവനെ ഓടിക്കും. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. അഭിഷേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ അഭിഷേകമുള്ളവനെ കണ്ടാൽ കലിപ്പാണ്, അവൻ ഓടിച്ചിരിക്കും. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഓടിക്കുന്നവൻ പുറകിലും ഓടുന്നവൻ ഫ്രണ്ടിലുമാണ്. ഒന്നുകൂടെ പറയുന്നു, ഓടിക്കുന്നവൻ പുറകിലും ഓടുന്നവൻ ഫ്രണ്ടിലുമാണ്. അഭിഷേകമുള്ള സഹോദര സഹോദരി, നിങ്ങളെ ഓടിക്കുവാൻ വേണ്ടി അഭിഷേകം നഷ്ടപ്പെട്ട ശൗലുമാർ പടക്കളത്തിൽ പടയെന്തുന്ന കാലമാണ്. നിങ്ങൾ തിരിച്ച് ഓടിക്കാൻ നിൽക്കരുത്. അവരുടെ സ്പിരിറ്റും നിങ്ങളുടെ സ്പിരിറ്റും എൻറ്റയർലി ഡിഫറൻറ്റാണ്. ഇത് രണ്ടാണ്. ഓടിക്കുന്നവൻ പുറകിലാണ്, ഓടുന്നവൻ ഫ്രണ്ടിലാണ്. അഭിഷേകമുള്ള ദൈവദാസന്മാരോട്, ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. നിങ്ങളെ ഓടിക്കുന്നവർ നിങ്ങളുടെ പുറകിലാണ്, ഓടുന്ന നിങ്ങൾ ഫ്രണ്ടിലാണ്. അയ്യോ, എന്നെ അവർ ഓടിച്ചു എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. മുളയിലെന്നും ആമേ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ മുള നുള്ളിക്കളയുകയാ എന്ന് പറഞ്ഞ് വിഷമിക്കണ്ട. എൻ്റെ സ്റ്റേജ് അവർ തകർത്ത് കളഞ്ഞു, എനിക്കെതിരെ അവർ ടെലിഫോൺ ചെയ്തു, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, എൻ്റെ നന്മ തകർത്ത് കളഞ്ഞു. വിഷമിക്കരുത്, അവർ പുറകിലാ, നിങ്ങൾ ഫ്രണ്ടിലാണ്. ഓടിക്കുന്നവർ പുറകിലും ഓടുന്നവർ ഫ്രണ്ടിലുമാണ്. അതുകൊണ്ട് നീ ഓടിക്കൊള്ളുക. ശൗല് നിന്നെ ഓടിക്കാൻ കാര്യം എന്താണെന്നറിയാമോ? രാജസിംഹാസനത്തെക്കാൾ അവൻ നോട്ടമിട്ടിരിക്കുന്നത് നീ എന്ന് പറയുന്ന ഒരു വ്യക്തിയും നിന്റെ അഭിഷേകവുമാണ്. ആ സിംഹാസനം കാലിയാക്കി അവൻ ഓടിയെങ്കിൽ അതിൻ്റെ അർത്ഥം, സഹോദര ഓടിക്കോ, കാലിയായ ഒരു സിംഹാസനം വേക്കൻ്റായി കിടക്കുകയാണ്. നിന്റെ ഓട്ടം അങ്ങോട്ടാണ്. രാജാഭിഷേകമുള്ള നിന്റെ ഓട്ടം കാണുമ്പോൾ തോറ്റു തുന്നം പാടിയവൻ്റെ ഓട്ടം പോലെ തോന്നുമെങ്കിലും ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൈമാറുകയാ. തോന്നൽ മാറാൻ സമയമായി. നീ പോയി ഇരിക്കുന്നത് ഒരു മാന്യതയുടെ രാജസിംഹാസനത്തിലായിരിക്കും. രാജാഭിഷേകമുള്ളവർക്കായി സ്തോത്രം. ഈ ദാവീദ് ഓടിപ്പോയി എങ്ങോട്ടാ പോയെന്നറിയാമോ? ഇങ്ങനെ ദാവീദ് ഓടിപ്പോയി രക്ഷപ്പെട്ടു. അതെ, ഓടിപ്പോയാൽ രക്ഷപ്പെടാം. അടുത്തത് രാമയിൽ ശമൂവേലിൻ്റെ അടുക്കൽ ചെന്നു. ഇത് നമുക്ക് അനുകരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാതൃകയാണ്. ഈ അഭിഷേകം നഷ്ടപ്പെടുത്തി കളഞ്ഞവൻ അഭിഷേകമുള്ളവനെ ഓടിക്കുമ്പോൾ, അഭിഷേകമുള്ളവൻ ഓടിയിട്ട് എങ്ങോട്ടാ പോകണ്ടെന്നറിയാമോ? ഈ ഓടിക്കുന്നവന് എതിരെ എന്തേലും പണി കൊടുക്കാൻ പറ്റിയ ഏതേലും ഒരു ചങ്ങാതിയുടെ അടുത്തോട്ടല്ല അഭിഷേകം ഉള്ളവൻ ഓടിയത്. അഭിഷേകം ആര് ചെയ്തോ അവൻ്റെ അടുക്കിലേക്ക് പ്രാപിച്ചവൻ ഓടുകയാണ്. ഒന്നുകൂടെ പറയുന്നു, ശമൂവേലാണ് ദാവീദിനെ അഭിഷേകം ചെയ്തത്. അതുകൊണ്ട് ദാവീദിനെ ശൗൽ ഓടിച്ചപ്പോൾ നേരെ ദാവീദ് ഓടിപ്പോയത് അഭിഷേകം നഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചങ്ങാതിയുടെ അടുത്ത് എന്ന് ഈ ഓടിക്കുന്ന ഇവനിട്ട് എന്തേലും ഒരു പണി കൊടുത്തേ പറ്റുള്ളൂ. ഇത് പണി കൊടുക്കുന്ന കാലമാണല്ലോ, അല്ലേ? പൈശാചിക വേൾഡിൽ ഇത് പണി കൊടുക്കുന്ന പലരുടെയും കാലമാണ്. പക്ഷേ ദാവീദ് പോയത് പണി കൊടുക്കുന്നവൻ അടുത്തിട്ടല്ല, ജഡീക ബന്ധങ്ങളെ തപ്പിയല്ല, മറിച്ച് അപ്പൻ്റെ ആട് മേയിച്ചു കൊണ്ട് വനാന്തരങ്ങളിൽ ഇരുന്നപ്പോൾ എന്നെ വീട്ടിൽ വിളിച്ചു വരുത്തി അഭിഷേകം ചെയ്ത ഒരു വയോവൃദ്ധനുണ്ട്, എനിക്കവനെ കണ്ടേ പറ്റൂ. ആരഭിഷേകം ചെയ്തോ അവൻ്റെ അടുക്കിലേക്ക്
ദാവീദ് ഓടുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. നിങ്ങളെങ്ങനെയാണ് അനോയിൻറ്റഡ് ആയത്? നിങ്ങളെങ്ങനെയാണ് അഭിഷേകത്താൽ നിറഞ്ഞത്? ആ ദിവസം ഓർത്തെടുക്കുക. അന്ന് ഈ പറയപ്പെടുന്നവരാരും നിൻ്റെ കൂടെ ഇല്ലായിരുന്നു. ഈ പറയപ്പെടുന്ന ക്രൗഡില്ല, ഈ പറയപ്പെടുന്ന മീഡിയ ഇല്ല, ഈ പറയപ്പെടുന്ന അച്ചച്ചന്മാരാരും നിൻ്റെ കൂടെയില്ല. നീ ഒറ്റയടി പാതയിൽ കൂടി മാത്രം മൂവ് ചെയ്യുന്ന സമയം സ്വർഗസ്ഥനാകുന്ന ദൈവത്തിൻ്റെ പ്രസാദം നിൻ്റെ മേൽ വന്നപ്പോൾ ആരോടും ചോദിക്കാതെ നിന്നെ അഭിഷേകം ചെയ്ത് അന്ന് നിൻ്റെ കൈയടിച്ച് കൈ രണ്ടും പൊട്ടിയാലും കൈവെള്ളയിൽ ചോര വലിച്ചാലും കൈയടി നിർത്താത്ത രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിൻ്റെ മേൽ ഇറങ്ങി വന്ന സമയം മറ്റുള്ളവർ പരിഹസിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിന്നെ നിറച്ചിട്ട് ആർക്കും കൺട്രോൾ ചെയ്യാൻ കഴിയാതെ നിന്റെ ശരീരം ആത്മാവിൽ നിറഞ്ഞ സമയം ആര് പരിഹസിച്ചാലും എനിക്കത് വിഷയമല്ല, എൻ്റെ മേൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയാ വലിയതെന്ന് പറഞ്ഞ് അന്ന് അഭിഷേകത്താൽ ചാടിത്തുള്ളിയൊരു കാലം പോണം. ആ ഒരു കാലത്തേക്ക് നിന്നെ തെരഞ്ഞു പിടിച്ച് അഭിഷേകം ചെയ്ത ശമൂവേലിൻ്റെ കാലം. അവിടെ എഴുതിയിരിക്കുന്നത്, ശമൂവേലിൻ്റെ അടുക്കൽ ചെന്നു ശൗല് തന്നോട് ചെയ്തതൊക്കെയും അവനോട് അറിയിച്ചു. അനുഭവങ്ങൾ മുഴുവൻ പങ്കുവെക്കുവാൻ ദാവീദ് കണ്ടുപിടിച്ച വിശ്വസ്തനായ ഒരാൾ വേറെ ആരുമല്ല, അഭിഷേകം ചെയ്ത ശമൂവേലാണ്. അഭിഷേകമുള്ളവരോട് ഞാൻ പറയാം, എല്ലാ കാര്യവും എല്ലാവരോടും പറയരുത്. പറയുകയാണെങ്കിൽ അഭിഷേകമുള്ള ശമൂവേലിനോടെ പറയാം. അഭിഷേകം എന്തെന്ന് തൊട്ടുതെറിക്കാത്തവനോട് നീ നിന്റെ ഉള്ളം തുറന്നു വെച്ചാൽ അവൻ നിന്റെ ശത്രുവായി മാറും. അതും അസൂയുള്ളവൻ്റെ അടുക്കൽ ചെന്ന് നീ നിന്റെ കെട്ടഴിക്കരുത്, അവൻ നാളെ നിന്നെ തകർക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് നീ ഒരാളോടൊരു കാര്യം പറയുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തി അഭിഷിക്തനാണോ, കർത്താവ് തൊട്ടൊരാളാണോ, പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ദൈവശബ്ദം കിട്ടാൻ സാധ്യതയുണ്ടോ, ഈ ചിന്തയുള്ളവരോടല്ലാതെ പറഞ്ഞേക്കരുത്. അതിനേക്കാൾ നല്ലത് വാതിൽ തുറന്ന് അകത്ത് കയറി വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് നിന്റെ നൊമ്പരങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കാം ഏറ്റവും നല്ലത്. ശമൂവേലിനോട് എല്ലാം അറിയിച്ചു. അപ്പോൾ സംഭവിച്ചെന്തെന്നറിയാമോ? പിന്നെ ദാവീദും ശമൂവേലും പുറപ്പെട്ട് നരിയോത്തിൽ ചെന്ന് പാർത്തു. നരിയോത്തിലാണ് പ്രാർത്ഥന നടക്കുന്ന സ്ഥലം. ആ പ്രാർത്ഥനാ സ്ഥലത്തുള്ള നരിയോത്തിലെ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോയി. ഇനി 19-ാം വാക്യം, അനന്തരം ദാവീദ് രാമയിൽ നരിയോത്തിലുണ്ടെന്ന് ശൗലിന് അറിവ് കിട്ടി. അപ്പം ന്യൂസ് കൊടുക്കുന്നവർ അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അപ്പം ദാവീദ് ശമൂവേലും നരിയോത്തിലുണ്ടെന്ന് ശൗൽ അറിഞ്ഞു. അപ്പോൾ 20-ാം വാക്യം, ശൗല് ദാവീദിനെ പിടിപ്പാൻ ദൂതന്മാരെ അയച്ചു. അവർ പ്രവാചക സംഘം പ്രവചിക്കുന്നതും ശമൂവേൽ അവരുടെ തലവനായിരിക്കുന്നതും കണ്ടു. നോക്കിക്കേ, ശൗല് തൻ്റെ ദൂതന്മാരെ ദാവീദിനെ പിടിക്കാൻ വേണ്ടി അയക്കുകയാണ്. അവര് നരിയോത്തിലെത്തിയപ്പോൾ കണ്ട കാഴ്ച, പ്രവാചക ഗണം, അവിടെ എഴുതിയിരിക്കുന്നത് പ്രവാചക സംഘം പ്രവചിക്കുന്നത് ഇവർ കണ്ടു. ശമൂവേൽ ഇവർക്ക് തലവനായിരിക്കുന്നത് കണ്ടു. ഒരു പ്രൊഫറ്റിക് ഗ്രൂപ്പ്. എൻഡ് ടൈം റിവൈവൽ ഒരു പ്രൊഫറ്റിക് റിവൈവലാണ്. ഇപ്പം ഇവിടെ ഒരു ടീം, പ്രൊഫറ്റിക് ടീം ഒരുമിച്ചിരുന്ന് പ്രവാചക സംഘം പ്രവചിക്കുക. പ്രവചിക്കുമ്പോൾ ശമൂവേൽ അവർക്ക് തലവനായിരിക്കുക. എന്നിട്ട് ഇവർ പിടിക്കാൻ വേണ്ടി അകത്തോട്ട് കയറിയതാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, ഇവർ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശൗലിൻ്റെ ദൂതന്മാരുടെ മേലും വന്നു, അവരും പ്രവചിച്ചു. ഇനി നിങ്ങൾ പറ, ഈ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, മാംസമാന യാവരുടെ മേലും, ഓൾ ഫ്ലഷ്, എല്ലാ ജഡത്തിൻ്റെ പേരും. അപ്പോൾ ആ പദത്തിൻ്റെ അകത്ത് ഈ ഒരു വാക്യം കൂടി ചേർത്ത് വെച്ചാൽ ശൗലിൻ്റെ ദൂതന്മാർ വന്നത് ആരാധിക്കാനും പാട്ടുപാടാനും കൈയടിക്കാനും ഒന്നുമല്ല, പ്രവചിക്കാനൊന്നുമല്ല, ദാവീദിനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ്. പർപ്പസ് അഭിഷിക്തനെ പിടിക്കാനാണെങ്കിലും അഭിഷേകം കയറി അവരെ പിടിക്കാൻ വന്നവനെ കയറി പിടിക്കുന്നതാണ് ആത്മാവിൻ്റെ പകർച്ച. പ്രൈസ് ഗോഡ്. ഞാൻ ആത്മാവിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കൈമാറുകയാ. ഒരുപക്ഷെ നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ദൈവസഭയ്ക്കകത്ത് ആത്മപ്പകർച്ചയ്ക്ക് എതിരെ നിൽക്കുന്നവരുണ്ടാകാം. ഡോണ്ട് വറി, നിങ്ങൾ അതിനെക്കുറിച്ച് വറീഡാകണ്ട. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പാണ് എതിർത്ത് നിൽക്കുന്ന സകല വ്യക്തികളും നോക്കി നിൽക്കുക. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ നിന്ന് പുറപ്പെട്ടു, ശക്തി അവങ്കിൽ നിന്ന് പുറപ്പെട്ടു എന്ന ദൈവവചന പ്രകാരം നിങ്ങളുടെ മേൽ നിന്ന് ദൈവശക്തി പുറപ്പെടുന്നു. നിങ്ങളുടെ സഭ കാണാൻ പോകയാ.
ശബ്ദാരാധന. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ചില അഭിഷേകത്തിൻ്റെ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ തിരിച്ചു കൊണ്ടിരുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അറബി അംദൽ ഖമനി റഗദലയ പ്രൗഷമനക സമാരിയ മഹൽഖനാസിയ. ഒരു കാലത്ത് കൃപാവരങ്ങൾ ഉണ്ടായിരുന്നു, ശുശ്രൂഷയുണ്ടായിരുന്നു, പ്രവചനമുണ്ടായിരുന്നു, രോഗശാന്തി ഉണ്ടായിരുന്നു, ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് എവിടെ വെച്ചു ആ മിനിസ്ട്രിക്കെല്ലാം മങ്ങൽ സംഭവിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വീർപ്പ് മുട്ടുന്ന ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാണ്. അലബിയനഖോറിയം മസരഞ്ചല ബഹാദരിക മഹാന്തർഗമനി അന്തർഗമനി അമൽഖാരി അർഖമനഗദലവ ശംഭഭാരകന. നിങ്ങളുടെ മിനിസ്ട്രി തീർന്നിട്ടില്ല, നഷ്ടപ്പെട്ടുവെന്ന് പറയുന്ന ഇടത്തു നിന്ന് ഒരിക്കൽ കൂടി നിങ്ങളുടെ കണ്ണ് നിറഞ്ഞു വാ തുറന്ന ആത്മാവിൽ നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തയ്യാറെങ്കിൽ നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങൾ പറഞ്ഞ ചില ശുശ്രൂഷകൾ പൊട്ടിക്കിളിർക്കാൻ പോകുകയാ. മാജസ്റ്റി മാജസ്റ്റി ഭാജാന ഖബതനാകിയ എൽ ബാരോ ഖതറയ ബഗാഷിയ. അതിശക്തമായ പ്രൊഫറ്റിക് മൂവ് ദൈവം നിങ്ങളുടെ മേൽ പകരാൻ പോകുകയാണ്. നിങ്ങൾ ചിലരെ ദൈവം ഇമ്പാർട്ടേഷൻ വേണ്ടി യൂസ് ചെയ്യാൻ പോകുക. അസാധാരണമായ ഇമ്പാർട്ടേഷൻ കർത്താവ് നിങ്ങളുടെ മിനിസ്ട്രിയിൽ നൽകാൻ പോകുകയാണ്. ചില സഹോദരങ്ങൾ, ചില സഹോദരിമാർ വെയിറ്റ് ചെയ്യുന്നു. ഏതോ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. കർത്താവ് പറയുന്നു, അസാധാരണമാകുന്ന മൂവ് നടക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുറിയിൽ ചലിക്കാൻ പോകുക. നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പവർ ഓഫ് ദ ഹോളി ഗോസ്റ്റ്, പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ പവർ വെളിപ്പെടണേ. പിടിക്കാൻ വന്നവർ പരിശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെടുന്നു, അവരും പ്രവചിക്കുന്നു. അടുത്ത വാക്യം 21. ശൗലത് അറിഞ്ഞപ്പോൾ വേറെ ദൂതന്മാരെ അയച്ചു, അവരും അങ്ങനെ തന്നെ പ്രവചിച്ചു. ശൗൽ പിന്നെയും 3-ാം പ്രാവശ്യം ദൂതന്മാരെ അയച്ചു, അവരും പ്രവചിച്ചു. ഇപ്പം നരിയോത്തിലെ പ്രാർത്ഥനാ മുറി ഇപ്പം നിറഞ്ഞു. അങ്ങനെ പിടിക്കാൻ വന്നവരെ കൊണ്ട് നിറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, പെർസിക്യൂഷൻ്റെ ലീഡറായിരുന്ന ശൗല് ജെറുസലേമിൽ നിന്ന് ദമാസ്കസിലേക്ക് പോയി ക്രിസ്ത്യാനികളെ പിടിച്ചു കെട്ടി ജെറുസലേമിലേക്ക് കൊണ്ടുവന്ന് അച്ചാച്ചന്മാർക്ക് കാഴ്ചവെക്കാൻ വേണ്ടി അങ്ങോട്ട് പിടിക്കാൻ പോയ ആളെ പരിശുദ്ധാത്മാവ് പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്തല്ലേ പരിശുദ്ധാത്മാവിൻ്റെ പരിപാടി! എൻ്റെ സഹോദര, പാട്ടുപാടി ആരാധിച്ച് 2 അന്യഭാഷം പറഞ്ഞ് തീർക്കുന്ന ഇടപാടൊന്നുമല്ല പരിശുദ്ധാത്മാവിൻ്റെ പരിപാടി. വേണ്ടെന്നല്ല, അതൊക്കെ ആരംഭമാണ്. പക്ഷേ ഇതിൻ്റെ ഏറിയയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം, പരിശുദ്ധാത്മാവിന് നമ്മളെ ആരും പേടിയില്ലെന്നേ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് പേടിച്ചു പോകുന്നവനല്ല പരിശുദ്ധാത്മാവ്. അവൻ്റെ പ്രവൃത്തി തികയ്ക്കും. നിങ്ങൾക്ക് വേണ്ടായെങ്കിൽ ആവശ്യമുള്ളവരുണ്ട് സഹോദരങ്ങളെ. മൈറ്റിയായിട്ട് കർത്താവ് അവരെ യൂസ് ചെയ്യുന്ന ഒരു തലമുറയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഞാൻ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ പലരെയും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം അതുകൊണ്ട് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഇമ്പാർട്ടേഷൻ ഞാനിത് ഇങ്ങനെ ഒരു മെസ്സേജ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നിലൊരു ദൈവശക്തിയുടെ ഇമ്പാർട്ടേഷൻ നടക്കുന്നത് ഞാൻ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ, ലോർഡ് വി പ്രൈസ് യു. ആമേൻ. 3 ദൂതന്മാരെ, 3 ഗണത്തെ അയച്ചു. 3 ഗണത്തെയും പരിശുദ്ധാത്മാവ് പിടിച്ചു. അപ്പോൾ ആദ്യത്തെ ആൾക്കാർ ചെന്നപ്പോൾ ശമൂവേൽ തലവനായിരിക്കുന്നത് കണ്ടു. പിടിക്കാൻ കയറിയപ്പോൾ ആത്മാവ് അവരെ പിടിച്ചു, അവർ പ്രവചിക്കും. ശൗൽ അറിഞ്ഞപ്പോൾ 2-ാം ഗ്രൂപ്പിനെ അയച്ചു. അവർ ചെന്നപ്പോൾ ആദ്യം വന്ന ഗ്രൂപ്പുകാർ പ്രവചിച്ചുകൊണ്ടിരിക്കും. ഇതെന്താ ഇടപാടാ ഒന്നും അറിയത്തില്ല. പക്ഷേ ഇത് നോക്കിയപ്പോൾ അവരും കയറി ആത്മാവ് പിടിച്ചു, അവരും പ്രവചിച്ചു. 3-ാം ഗ്രൂപ്പ് വന്നപ്പോൾ ആദ്യം വന്ന 2 ഗ്രൂപ്പും ശമൂവേലിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവാചക സംഘത്തോടൊപ്പം പ്രവചിക്കുകയാണ്. എന്തല്ലേ പരിശുദ്ധാത്മാവിൻ്റെ പരിപാടി! ഓ ഹല്ലേലൂയ! വീണ്ടും അയക്കാൻ പോവാ. ജസ്റ്റ് ലൈക്ക് ഡേ ഓഫ് ദ പെന്തക്കോസ്റ്റ്, ദ വിൻഡ് ഈസ് ബ്ലോവിങ് അഗൈൻ. അതെ, വീണ്ടും ഒരിക്കൽ കൂടി ആ കാറ്റ് വീശാൻ പോകുക. പെന്തക്കോസ്റ്റിൻ്റെ അടുത്ത മൂവ് നടക്കാൻ പോവാ. ആത്മപകർച്ച. ഈ ആത്മപകർച്ച സഭയിൽ നിന്ന് വെളിപ്പെട്ടാലുണ്ടല്ലോ, നമ്മുടെ സഭകളുടെ അവസ്ഥകളൊക്കെ മാറും സഹോദരങ്ങളെ, മാറും. നമ്മുടെ സഭകളിൽ കുറ്റം പറയാനും തമ്മിൽ തല്ലാനും വഴക്കുണ്ടാക്കാനും മുഷ്ടി ചുരുട്ടി പ്രകടനം കാണിക്കാനും ഇതൊക്കെ സംഘമാണ്. സഭയല്ല. പേര് സഭയെന്നാണെങ്കിലും നേരിലത് സഭയല്ല, വെറും സംഘമാണ്. അച്ചാച്ചന്മാരുടെ സംഘം, പണക്കൊഴുപ്പുള്ളവരുടെ സംഘം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ വിഷമം തോന്നി. ചുമ്മാ തല്ലുകാണ്. എങ്ങനെ സഭയിലേക്ക് ഒരാളെ ഇൻവൈറ്റ് ചെയ്യാൻ കഴിയും? പറയൂ. സംഘമാണ്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 120 പേരുടെ സംഘം. 2-ാം അധ്യായം സംഘം സഭയായി. സഭ സംഘമാകരുത്, സംഘം സഭയാകണം. 3 കൂട്ടം ആ ദൂതന്മാരും പ്രവചിക്കാൻ തുടങ്ങി. അവസാനം ശൗൽ അറിഞ്ഞപ്പോൾ ശൗൽ തന്നെ എന്ത് ചെയ്തു? പോയേക്കാൻ തീരുമാനിച്ചു.
ബൈബിൾ പറയുന്നത് 22-ാം വാക്യം. പിന്നെ അവൻ തന്നെ രാമയിലേക്ക് പോയി സേക്കുവിലെ വലിയ കിണറ്റിങ്ങിലെത്തി. ശമൂവേലും ദാവീദും എവിടെയാകുന്നു എന്ന് ചോദിച്ചു. അവർ രാമയിലും നരിയോത്തിലുണ്ട് എന്ന് ഒരുത്തൻ പറയും. 23-ാം വാക്യം. അങ്ങനെ അവൻ രാമയിലും നരിയോത്തിൽ ചെന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേലും വന്നു. അവൻ രാമയിലും നരിയോത്തിലെത്തും വരെ പ്രവചിച്ചും കൊണ്ട് നടന്നു. എന്താ ഇടപാടാണിത്? ശൗലിൻ്റെ ദൂതന്മാരെല്ലാം അകത്ത് വന്നപ്പോഴാ ശക്തി തൊട്ട് ആത്മാവിൽ പ്രവചിക്കാൻ തുടങ്ങിയത്. പക്ഷെ നമ്മുടെ ഈ അച്ചാച്ചൻ ആരാ? ശൗലേ. പുള്ളി വരുന്ന വഴി തന്നെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പുള്ളിയെ പരിശുദ്ധാത്മാവ് പിടിച്ചു. എന്നിട്ട് വഴി നടന്നുകൊണ്ട് താൻ പ്രവചിക്കുക. നരിയോത്തിൽ എത്തുന്നത് വരെ പ്രവചിച്ചു. ഞാൻ യേശുവിൻ്റെ നാമത്തിലെ വചനം ചൊല്ലി എൻ്റെ ജനത്തെ ബ്ലസ് ചെയ്യുക. ഒരിക്കലും പരിശുദ്ധാത്മാവിനെ ഇഷ്ടമല്ലാത്ത ചിലരെ ദൈവാത്മാവ് തൊടുന്നത് നിങ്ങൾ കാണാൻ പോവാ. ചില ശൗലുമാരെ ഇതുപോലെ വഴിയിൽ വെച്ച് ദൈവത്തിൻ്റെ ആത്മാവ് തൊടും. ചില എൻകൗണ്ടറുകൾ നടക്കാൻ പോവാ. ചില ഡിവൈൻ എൻകൗണ്ടർ. ഒരുത്തനെ പിടിച്ചിട്ട് പിടികിട്ടിയില്ല. അവരുടെ ഒറ്റ അലർച്ചിയ. ശൗലുമുണ്ടോ പ്രവാചക ഗണത്തിൽ? മിണ്ടാതിരിക്കാൻ ശൗല് പറഞ്ഞാലും വായിക്കൂടെ പ്രവചനേ വരുള്ളൂ. സഹോദര, മുള്ളിൻ്റെ നേരെ ഉതയ്ക്കാതിരിക്കുന്നത് നല്ലത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ സമയമാണ്. കൊയ്ത്തുകാല സമയമാണ്. ഇത് ഹാർവസ്റ്റിൻ്റെ ടൈമാകയാൽ പരിശുദ്ധാത്മാവ് തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാ. ഇത് ആത്മപകർച്ചയുടെ സമയം. ഇംപാർട്ടേഷൻ. ജലയ ബഹദനി ഘടക സംഭഭാരകന പ്രഗതകരി ഘടക ബൗഷമനകദല ബൗഢാമർ ബഹന്തലയ ബൗഷസ്യാൻഛാനിയൽ ബഹറാസിയ. ഞാൻ കൽപ്പിക്കുന്നു, അസാധാരണമായൊരു മൂവ് നടക്കാൻ പോവാം. പകർച്ച പകർച്ച പകർച്ച. ഞാൻ ഈ ദിവസങ്ങളിൽ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ശക്തമായ പകർച്ച നടക്കുന്ന കാണുന്നുണ്ട്. പത്രോസും യോഹന്നാനും ജെറുസലേമിൽ നിന്ന് ശമരിയയിലെത്തി കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അവർ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ തുടങ്ങി. അങ്ങനെയുള്ള വേലക്കാരൊക്കെ എഴുന്നേൽക്കട്ടെ സഹോദരങ്ങൾ. ജഡത്തിൽ കളിക്കുന്നവരെ അല്ല, ആത്മാവിൽ മൂവ് ചെയ്യുന്നവർ എഴുന്നേൽക്കട്ടെ. കൈ വെക്കുമ്പോഴേ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. വേദിയിൽ കസർത്ത് പ്രസംഗിച്ച് തീർക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ. ആ പ്രസംഗം കഴിയുമ്പോൾ ഒരാൾ അഭിഷേകം പ്രാപിക്കുന്നുണ്ടോ? ഒരാൾ രക്ഷിക്കപ്പെടുന്നുണ്ടോ? ഒരാൾ സ്നാനമേൽക്കാൻ സമർപ്പിക്കപ്പെടുന്നുണ്ടോ? ഒരു കുടുംബത്തിന് പാപ മോചനത്തെക്കുറിച്ചുള്ള വെളിപ്പാടകത്ത് കിട്ടുന്നുണ്ടോ? ഒരാളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ആലേഖനം ചെയ്യുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഇതൊരു പ്രഹസന പരമ്പരകൾ മാത്രമായി പോയില്ലേ. ഇക്കിളിപ്പെടുത്തുന്ന കുറെ നർമ്മങ്ങൾ മാത്രം പറഞ്ഞ് ചിരിച്ച് ചിരിച്ച് മടുക്കാനുള്ള സമയമല്ല ഇത്. ഇത് ആത്മപകർച്ചയുടെ സമയമാണ്. ഇത് ആത്മപകർച്ചയുടെ സമയമാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ സമയമാണ്. ഈ ആത്മപകർച്ചയിലേക്ക് ദൈവാത്മാവ് നമ്മെ സ്വാഗതം ചെയ്യുക. എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ പ്രവചിക്കട്ടെ. ഇന്നുവരെ നിങ്ങളിൽ നിന്ന് വെളിപ്പെടാത്ത ദൈവശക്തിയുടെ ആത്മപകർച്ച ജനത്തിൻ്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മിനിസ്ട്രിയെക്കുറിച്ചൊരു കോൺഫിഡൻസ് വരാൻ പോവുകയാണ്. ആരോ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ നിങ്ങൾക്കെതിരെ ശക്തമായ ഒളിയമ്പുകൾ വീശിയെങ്കിൽ ഭാരപ്പെടല്ല. അസാധാരണമായി ദൈവം നിങ്ങളെ യൂസ് ചെയ്യാൻ പോവുക. അല്പസമയം നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു, വിഷമിക്കേണ്ട. കർത്താവ് നിങ്ങളെ യൂസ് ചെയ്യാൻ പോവുക. ഇത് ആത്മപകർച്ചയുടെ സമയമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമേറിയ ഇടപെടലുകൾ ജനത്തിൻ്റെ മേൽ വെളിപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് ശക്തമായി മൂവ് ചെയ്തുകൊള്ളുക. ഭാരതത്തിൽ ദൈവം നിങ്ങളെ യൂസ് ചെയ്യും. ലോകരാജ്യങ്ങളിൽ ദൈവം നിങ്ങളെ യൂസ് ചെയ്യും. പല ഭാഷക്കാരുടെ നടുവിൽ ദൈവം നിങ്ങളെ യൂസ് ചെയ്യും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഒരാത്മപകർച്ചയ്ക്ക് വേണ്ടി. Holy Spirit of God, this is my story, this is my soul, praising my Savior all the day long. This is my story, this is my soul, praising my Savior all the day long. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ ഇമ്പാർട്ടേഷൻ നടക്കട്ടെ.
ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഭവനങ്ങൾക്ക് ആത്മപകർച്ചയുണ്ടാകട്ടെ. ബാൽഹോറിയ മസിയാൻറ്റേലി അവരുടെ മേൽ അഭിഷേകം വർദ്ധിക്കട്ടെ, ദൈവശക്തി വർദ്ധിക്കട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ മൂവ് അവരുടെ നടുവിൽ നടക്കട്ടെ കർത്താവേ. അവരുടെ ഭാര്യ, അവരുടെ ഭർത്താവ്, മക്കൾ, അപ്പൻ, അമ്മ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ, അന്യഭാഷകളാൽ നിറയട്ടെ. ഞാനവരെ ബ്ലസ് ചെയ്യുന്നു. സകല ജഡത്തിന്മേലും നിന്റെ ആത്മാവിനെ പകരുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ.